ആവില്ല, എന്നാലും 1/x² അത്ര സ്റ്റീപ്പ് ആവില്ല, എന്നാലും 1/x ആണല്ലേ. ബോർഡ് ഷെയർ ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ. y = 1/x ഗ്രാഫ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ വരക്കല്. ഇനി ഇവിടെയും 1ൽ 1 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. നൗ what about integral 0 to 1 1/x dx? ഇന്റഗ്രൽ 0 to 1 1/x dx എന്ന് കാണുമ്പോൾ നമുക്ക് പ്രശ്നമല്ല, പക്ഷെ അതിനെ ജോമെട്രിക്കലി കാണുമ്പോഴാണ് പ്രശ്നം. ജോമെട്രിക്കലി കാണുമ്പോൾ ഈ 0ല് ഫംഗ്ഷന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പൊ 0 കഴിഞ്ഞിട്ട് 0ക്കും 1നും ഇടയിൽ ഈ ഏരിയ എത്രയാണ്? ഇങ്ങനെയുള്ള ഇന്റഗ്രലുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ 1 to infinity 1/x dx അല്ലെങ്കിൽ 1/x² dx, ഇങ്ങനെയുള്ള ഇന്റഗ്രൽസിന് പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ. ഇംപ്രോപ്പർ ഇന്റഗ്രൽ. അപ്പൊ എന്താണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാല്? ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of x dx either a equal to plus or minus infinity or b equal to plus or minus infinity. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റോ ഇൻഫിനിറ്റി ആവാം എന്നുള്ളതാണ്. a equal to minus infinity or b equal to plus infinity അങ്ങനെയൊക്കെ പറയാം. a ഇൻഫിനിറ്റി ആകാം അല്ലെങ്കിൽ b ഇൻഫിനിറ്റി ആവാം. a equal to minus infinity അല്ലെങ്കിൽ b equal to plus, ഏതെങ്കിലും ഒരു ഇൻഫിനിറ്റി ആവും. ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ രണ്ടും ആവാം. അല്ലെങ്കിൽ ഉള്ളതാണ് എക്കും ബിക്കും ഇടയിൽ, എയിലോ ബിയിലോ അതിന്റെ ഇടയിലൊരു പോയിന്റിലോ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ഒരു ഉദാഹരണം കൂടി നോക്കുക. വാട്ട് അബൌട്ട് ഇന്റഗ്രൽ -1 to 1 1/x dx? അല്ലെ, -1നും +1നും ഇടയിൽ 0 എന്നുള്ള പോയിന്റ് ഫംഗ്ഷന് വാല്യൂ ഇല്ല. അപ്പൊ എങ്ങനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും? അല്ലെ, 1/x ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് 1/x ഗ്രാഫ്. -1ൽ ഇത് ഇവിടെയാണുള്ളത്, +1ൽ ഇവിടെയാണുള്ളത്. എങ്ങനെ ഈ ഏരിയ കണ്ടുപിടിക്കും? എന്താണ് ജോമെട്രിക്കലി ദിസ് ഏരിയ? ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ ഇത് ഇവാലുവേറ്റ് ചെയ്യും? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഇംപ്രോപ്പർ ഇന്റഗ്രലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആദ്യം ഡെഫിനിഷന്റെ ഒരു ടേബിൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണ് നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്?
വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് എന്താണ് എഫ് എ മുതൽ ഇൻഫിനിറ്റി വരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വാട്ട് ഈസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്? ഇതിനാണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ. അപ്പൊ എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. നമ്മള് എ ടു ഇൻഫിനിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ 1 to ഇൻഫിനിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വെറുതെ അവിടെ ഒരു ബി കൊടുക്കുക. അപ്പൊ നമുക്ക് 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാലോ. ഇന്റഗ്രൽ 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 മുതൽ ബി വരെയുള്ള ബി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഇന്റഗ്രലിലെ ആൻസറിൽ ബി ഉണ്ടാവും. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻഫിനിറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 1 മുതൽ ബി വരെയുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആൻസറിൽ ബി ഉണ്ടാവും. എന്നിട്ട് ബീനെ നമ്മൾ ഒരൊറ്റ ബീനെ നേരെ ഇൻഫിനിറ്റിക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്താവും? ഈ ഏരിയ 1 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളതാവും. അതാണ് ഈ ഡെഫിനിഷനിൽ പറയണത്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഇൻഫിനിറ്റി ദെൻ വി ക്യാൻ ഡിഫൈൻ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് നത്തിങ് ബട്ട് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വെൻ ബി ടെൻസ് ടു ഇൻഫിനിറ്റി. അതേപോലെ മൈനസ് ഇൻഫിനിറ്റി ബിയിലും പറയാൻ പറ്റും. എ ടു ബി എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. എ നമ്മള് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക. എന്നിട്ട് എനെ ബാക്കിലേക്ക് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ്. അതേപോലെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്യുക. 0 എടുക്കാം, 1 എടുക്കാം, -1 എടുക്കാം. അപ്പൊ -1 മുതൽ 1 മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ എടുക്കുക, 1 മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കുക. അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യാൻ തൊട്ട് മുമ്പത്തെ ഐഡിയ ഉപയോഗിക്കുക. മൈനസ് ഇൻഫിനിറ്റി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എടുക്കുക, എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എടുക്കുക. അപ്പൊ ഇതിനെ നമ്മൾ തൊട്ട് മുമ്പത്തെ 2 ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഇത് നേരെ എക്കും ബിക്കും അല്ലെങ്കിൽ -a to +a ലിമിറ്റ് a ടെൻസ് ടു ഇൻഫിനിറ്റി ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഒരു ഭാഗം നമ്മൾ ഇൻഫിനിറ്റി അല്ലാതാക്കണം. അതിനെന്ത് ചെയ്യും? ഇന്റഗ്രലിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓരോ ഇംപ്രോപ്പർ ഇന്റഗ്രലും തൊട്ടുമ്പത്തെ ഐഡിയ ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇനി അടുത്ത ചോദ്യം, നമ്മൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സാധാരണ ഇവാലുവേറ്റ് നമുക്ക് ആൻസർ ഒരു നമ്പർ ആണ് കിട്ടല്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് കിട്ടല്. പക്ഷെ ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ റിയൽ നമ്പറിന് ആയിക്കൊള്ളണമെന്നില്ല. ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ വാല്യൂ ചിലപ്പോ ഇൻഫിനിറ്റി കിട്ടാം, ആൻസർ ചിലപ്പോ ഇൻഫിനിറ്റി ആവാം. അപ്പോ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ കിട്ടിയാല് we say that the improper integral is divergent. അല്ലെ ആ ലിമിറ്റിന്റെ വാല്യൂ ഇൻഫിനിറ്റി കിട്ടിയാലും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പറയാം. അല്ലെ what is limit x tends to infinity 1/x 0 അല്ലെ 0 കിട്ടിയ ലിമിറ്റ് exits. What about limit x tends to infinity? x infinity ആകുമ്പോ x ന്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ എന്താ പറയും? ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം ഇൻഫിനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോ നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റിയൽ നമ്പർ ആണെങ്കിൽ, പോസിറ്റീവോ നെഗറ്റീവോ എന്തായിക്കോട്ടെ, റിയൽ നമ്പർ ആണെങ്കിൽ we say that the limit exits. Improper integral is convergent. Improper integral is convergent. Otherwise it is divergent. അല്ലെ? ഫൈനൈറ്റ് വാല്യൂട്ട് കൺവേർജന്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ഡൈവേർജന്റ് ആണെന്ന് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. What is integral 1 to infinity 1/x dx?
അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മള് ഇന്റഗ്രൽ 1 to b 1/x dx ലിമിറ്റ് b tends to infinity. ഇതാണ് നമ്മളുടെ സ്ട്രാറ്റജി. അപ്പൊ എങ്ങനെയാണ് ഇന്റഗ്രൽ 1 to b 1/x dx ഇവാലുവേറ്റ് ചെയ്യുക? നമുക്കറിയാം ഇന്റഗ്രൽ ഇങ്ങനെയാണ്, നമ്മൾ ആൻസർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ 1 to infinity 1/x dx ഈക്വൽ ടു ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ 1 to b ഇൻഫിനിറ്റി പകരം b കൊടുക്കുക, ലിമിറ്റ് b tends to infinity ആക്കുക. ദിസ് ഈക്വൽ ഇങ്ങനെ തന്നെ ചെയ്യാനുണ്ട്. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറിന് നിങ്ങൾക്ക് ഒറ്റ മാർക്ക് കിട്ടൂല. നിങ്ങൾ നേരെ ഇൻഫിനിറ്റിന് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഒറ്റ ആൻസർ കിട്ടില്ല. കാരണം ഇൻഫിനിറ്റിൽ ഇവാലുവേഷൻ പോസിബിൾ ഇല്ല. ഇൻഫിനിറ്റി ലിമിറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യൂല. അപ്പൊ നിങ്ങൾ ഇൻഫിനിറ്റി സ്ക്വയർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ ആൻസറിന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ 1/x ഇന്റഗ്രേറ്റ് നമുക്കറിയാം ln(x) ആണെന്ന് അല്ലെ. 1 to b is equal to limit b tends to infinity ln b minus ln 1. Logarithm of 1 is 0 ആണ് നമുക്കറിയാം. Is equal to limit b tends to infinity ln b. നോക്കുക, ബി ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റിയിൽ ലോഗരിതത്തിന്റെ വാല്യൂ ഏകദേശം എന്താണ്? ഇൻഫിനിറ്റി, വെരി ലാർജ് ആണ്. സോ ദിസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. Therefore integral 1 to infinity ln x dx is divergent. ഇനി കൺവേർജന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ -1 to infinity e raised to minus x dx. What about this? The integral -1 to infinity e raised to minus x dx equal to, എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇന്റഗ്രൽ -1 to b e raised to minus x dx limit b tends to infinity. e raised to minus x നമുക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. equal to limit b tends to infinity e raised to minus x by minus 1 അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക, -1 to b. That's equal to limit b tends to infinity minus പുറത്ത് വരും അല്ലെ, e raised to minus b minus e raised to minus 1, that is e raised to plus 1. Now that is minus limit b tends to infinity e raised to minus b plus e raised to 1 എന്നാണ് വരിക. Now what about limit b tends to infinity e raised to minus b? നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് അറിയോ? e raised to 0 1 ആണെന്ന് അറിയാം അല്ലെ. ഈ എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ഇങ്ങനെയാണ് പോവാ, ടച്ച് ചെയ്യില്ല, എക്സ് ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് പോവാ എക്സ്പോണൻഷ്യൽ ഗ്രാഫ്. സോ ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, e raised to x tends to 0. That is limit x tends to minus infinity e raised to x equal to 0. അത് e raised to minus infinity 0 ആണ് നമ്മൾ പറയും. പക്ഷെ e raised to minus infinity അല്ല 0. ലിമിറ്റ് x tends to minus infinity e raised to x അല്ലെങ്കിൽ ലിമിറ്റ് e raised to minus x ന്റെ ഗ്രാഫ് നേരെ തിരിച്ചാണ് വരിക. e raised to minus x ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് e raised to minus x ന്റെ ഗ്രാഫ്. പറയൂ ഫാമിദ. അപ്പൊ x tends to
എക്സ് വെരി ലാർജ് ആവുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സിന്റെ വാല്യൂ ഇവിടെ ഉണ്ടാവുക. ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു 0. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പറയാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണെന്നാണ് നമ്മൾ സാധാരണ പറയല്. ഇ റേസ് ടു എക്സിന്റെ വാല്യൂ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സിന്റെ വാല്യൂ വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, that value equal to 0. So this value becomes 0 and this equal to e raised to 1 equal to 1. Sorry. This equal to e. So our improper integral is conversion. Okay, നമുക്ക് കാണേണ്ടതാണ് find the value of p for which integral 1 to infinity 1 by x raised to p dx is convergent. 1 by x raised to p dx എന്ന് പറഞ്ഞാല് ലിമിറ്റ് b tends to infinity അല്ലേ, ഇൻഫിനിറ്റി പകരം b കൊടുക്കുക, എന്നിട്ട് ഇന്റഗ്രലില് ലിമിറ്റ് b tends to infinity ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഇന്റഗ്രൽ 1 to b x raised to minus p dx. കണ്ടോ? ഇപ്പോഴും സ്റ്റെക്ക് തന്നെ? അപ്പൊ എങ്ങനെയാണ് ഞാനിത് വീഡിയോ നിങ്ങക്ക് സെൻഡ് ചെയ്യുമ്പോ നിങ്ങക്ക് കുഴപ്പമുണ്ടാവില്ല? ഞാൻ ഈ സ്റ്റെക്കാണ് വീഡിയോ നിങ്ങക്ക് പ്ലേ ചെയ്യുമ്പോ സ്റ്റെക്ക് ഉണ്ടാവലുണ്ടോ? ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തതിൽ സ്റ്റെക്ക് വരലുണ്ടോ? ഇല്ല, വരാതെ അങ്ങനെ വരുന്നുണ്ടാവൂല. ശരിയാവുന്ന എനിക്ക് തോന്നണം. അപ്പൊ ലിമിറ്റ് b tends to infinity, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? എക്സ് റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് പി പ്ലസ് 1 to b. This equal to limit b tends to infinity. എങ്ങനെയാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുക? b കൊടുത്താൽ b റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് പി പ്ലസ് 1 മൈനസ് 1 കൊടുത്താൽ 1 റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡ് ബൈ minus p plus 1. Right? Now what about limit b tends to infinity b raised to minus p plus 1 by minus p plus 1? Yeah. p equal to 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ 3 കേസ് എടുക്കുകയാണ്. കേസ് 1 p equal to 1, case 2 p equal to p less than 1, and case 3 p greater than 1. So p greater than 1, p equal to 1 അവിടെ p equal to 1 ആകുമ്പോൾ ആകെ പ്രശ്നമാണ്, ഡിനോമിനേറ്റർ 0 ആവും, പവർ 0 ഒക്കെ. അപ്പൊ p greater than 1 ആണെങ്കിൽ മൈനസ് p less than minus 1 ആയിരിക്കും, റൈറ്റ്? അല്ലെ, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇനീക്വാലിറ്റി തിരിയുന്ന അറിയാലോ. അപ്പൊ മൈനസ് പി പ്ലസ് 1 ലെസ് ദാൻ മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മൈനസ് പി പ്ലസ് 1 ലെസ് ദാൻ 0. മനസ്സിലാവുണ്ടോ? നോക്ക, നമ്മളുടെ പി എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. p ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോ എന്താ സംഭവിക്കാൻ നോക്കുക. p ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ അർത്ഥം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ ഈ സാധനമാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ സാധനം ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ബിന്റെ പവറിൽ എന്താണല്ലേ മൈനസ് പി പ്ലസ് 1. മൈനസ് പി പ്ലസ് 1നെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പൊ പിന്റെ വാല്യൂ എന്താണ് നമുക്കറിയില്ല. പിന്റെ വാല്യൂ നമ്മള് പി 1 ആണ്, പി ലെസ് ദാൻ 1 ആണ്, പി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇങ്ങനെ 3 കേസ് എടുക്കുക.
അപ്പൊ P1 ആണെങ്കിൽ അല്ലെ P greater than 1 എടുക്കുക ആദ്യത്തെ കേസ് ആയിട്ട്. P greater than 1 ആണെങ്കിൽ മൈനസ് പി എന്തായിരിക്കും? ലെസ് ദാൻ -1 അല്ലെങ്കിൽ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. അപ്പൊ രണ്ടു ഭാഗത്തും 1 ആഡ് ചെയ്യാം. -P+1 എന്താവും? -1 + 1 പറഞ്ഞാൽ 0. അപ്പൊ -P+1 ലെസ് ദാൻ 0 എന്ന് കിട്ടും. -P+1 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാല് b⁻−P+1 പവർ നെഗറ്റീവ് ആണെങ്കിൽ ബിന്റെ ടേം താഴെ ഉണ്ടാവുക. അപ്പൊ b⁻2 എന്ന് പറഞ്ഞാൽ 1/b² ഉണ്ടാവുക അല്ലെ? ടേം താഴെ ഡിനോമിനേറ്ററിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതേ നമുക്ക് ആവശ്യമുള്ളൂ. ബി ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണ്? ബി ന്യൂമറേറ്ററിലാണെങ്കിൽ ബി ഇൻഫിനിറ്റി ആകുമ്പോൾ അത് 0 ഇൻഫിനിറ്റിയിലേക്ക് പോകും. ബി ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇപ്പൊ 1/x എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ എങ്ങോട്ടാ പോവാ? 0യിലേക്കാ പോവാ അല്ലെ? ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോയാല് ടേം 0യിലേക്ക് പോകും. അപ്പൊ നോക്കുക, നമ്മൾ b⁻−P+1/-P+1 ഇല്ലേ ടേമിന്റെ ഇൻഫിനിറ്റിയിലെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം നോക്കുന്നുള്ളൂ. ബി ഉൾപ്പെടുന്ന ടേം, അതായത് b⁻−P+1 ടേം ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? ന്യൂമറേറ്ററിലാണെങ്കിൽ ദാറ്റ് ടേം ഗോസ് ടു ഇൻഫിനിറ്റി. പിന്നെ ഇത് എന്ത് കുറച്ചിട്ടും കാര്യമില്ല, ഗോസ് ടു ഇൻഫിനിറ്റി. അതേസമയം നമ്മൾ ഈ കേസിൽ നോക്കുക, -P+1 ലെസ് ദാൻ 0 ആയതുകൊണ്ട് b⁻−P+1 the term lie below and the term lie in the denominator. b⁻−P+1 equal to, this can be written as b⁻−P-1. This equal to 1/b⁻P-1. ഇതാണ് ശരിക്കും വരിക. P1-നേക്കാളും വലുതായതുകൊണ്ട് ഇങ്ങനെയാണ് ടേം വരിക. ലിമിറ്റ് b tends to infinity, b⁻−P+1 equal to limit b tends to infinity 1/b⁻P-1 equal to 0. കാരണം the term lie in the denominator. The term in the denominator goes to infinity. So the entire term goes to 0. Denominator വളരെ വലുതാവുമ്പോൾ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടേം ഗോസ് ടു 0. അപ്പൊ അതാണ് ഇതിലാകെ നമുക്ക് ശരിക്കും ഈ കേസ് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് കൺവേർജന്റ് ആവുക അല്ലെങ്കിൽ ഈ ഇന്റഗ്രലിന് ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവുക എപ്പോഴാണെന്നാണ്. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ടേം എപ്പോഴാ ഫൈനൈറ്റ് ആവുക? ഈ ടേം ഇൻഫിനിറ്റി ആയി ഇന്റഗ്രൽ ഇൻഫിനിറ്റി ആയി പോകും. അപ്പൊ ഞാൻ ഈ കേസ് തന്നെ ചെയ്യാൻ കാരണം, ഈ കേസിൽ therefore integral 1 to infinity dx/x raised to p equal to ഇവിടെ 0 1/-P+1 ആണ് വരിക. This equal to 1/P-1 ആണ് വരിക. When p greater than 1. So ഈ ചോദ്യത്തിന്റെ ഉത്തരം അത്രേ ഉള്ളൂ. എപ്പോഴാണ് ഈ ഇന്റഗ്രല് കൺവേർജന്റ് ആവുക? p greater than 1. p less than 1 ആകുമ്പോഴും p1 ആകുമ്പോഴും ഇന്റഗ്രലിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് കാണാൻ കഴിയും, ചെയ്താൽ കാണാൻ കഴിയും. അപ്പൊ ഈ സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ടേം ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്